നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കിഴക്കുംപാട്ടേറിയിലാണ് കേട്ടോ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉറുസുലൈൻ കോൺവെന്റ് എന്ന് പറയുന്ന ഒരു മഠമുണ്ട്, സിസ്റ്റർമാരുടെ. അവിടെ ഒരു ഗേൾ ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിൽ കുറച്ച് നാളികേരം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു തവളയെ എന്തോ പിടിച്ചിട്ടൊരു പാമ്പ് ഉള്ളിൽ കയറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ വളരെ കുറച്ച് നാളികേരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ പതുക്കെ തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പോകാനായിട്ടുള്ള ശ്രമത്തിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇവർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവർ ഒളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പത്രങ്ങളിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. വിറകെടുക്കാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ നാളികേരം എടുക്കാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അടുക്കളയിൽ അല്ലെങ്കിൽ പറമ്പിലൂടെ നടക്കുമ്പോഴൊക്കെ പാമ്പ് കടിയേറ്റു എന്നുള്ള അപകടങ്ങൾ ഒരുപാട് നിങ്ങൾ വാർത്തകളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ടാവും. പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം പാമ്പുകൾ ഇരയെ പിടിക്കാനായിട്ട് ഇറങ്ങും. ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ കുറച്ച് നാളികേരങ്ങൾ കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഒളിക്കുവാനായിട്ടൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു മൂർഖൻ പാമ്പാണ്. അവിടെ തൊട്ട് അപ്പുറത്ത് ഒരു തവളേനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ സ്വസ്ഥമായിട്ട് വിഴുങ്ങുവാനും, അല്ലെങ്കിൽ അതായത് ഭക്ഷിക്കുവാനും, അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് അവിടെ ഒളിച്ചിരിക്കുവാനായിട്ടൊരു ഇടം നോക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ അവിടെ വന്ന് ഒളിച്ചിരിക്കും. നമ്മൾ കാണാത്ത പക്ഷം നമ്മൾ അലക്ഷ്യമായിട്ട് തേങ്ങയൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ കടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കുന്നതൊക്കെ ഭൂരിഭാഗവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതുപോലെ തേങ്ങയൊക്കെ കൂട്ടിയിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തേങ്ങ നിങ്ങൾ അവിടെ നിന്ന് മാറ്റുമ്പോൾ മിക്കവാറും ഇതുപോലൊരു വടിയോ അല്ലെങ്കിൽ അതുപോലുള്ള വെളിച്ചമൊക്കെ അടിച്ചിട്ട് വടി കൊണ്ടൊക്കെ തട്ടി മാറ്റിയിട്ട് മാത്രം ഈ തേങ്ങ എടുക്കുക എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതെന്തായാലും മൂർഖനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയൊരു മൂർഖനാണ്. വയറ്റിലൊരു തവളയുണ്ട്. തവളേനെ ഏതാണ്ട് മുഴുവനായിട്ടും വിഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മൾ അലക്ഷ്യമായിട്ട് കൂട്ടിയിടുന്ന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പെരുമാറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പാമ്പ് കടി ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആർക്കും പാമ്പ് കടി ഏൽക്കാതിരിക്കട്ടെ.